സൗവർണിക, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടോ? ഇത് കണ്ടപ്പോ എന്താ തോന്നിയത്? ചേച്ചി, പ്രായമൊന്നുമല്ല. നമ്മൾ പറയും ഈ വയസ്സാകുന്ന ആളുകൾക്ക് എന്താ വലിയ കാര്യങ്ങളിൽ അറിവുണ്ടാകില്ല എന്നൊക്കെ. മാറ്റം വരേണ്ടത് ഓരോ മനുഷ്യരിൽ നിന്നാണ്. മാറ്റത്തിന് മുൻകൈ എടുക്കേണ്ടത് നമ്മൾ എല്ലാവരുമാണ്. സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ പ്രതികരിക്കും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ. വണ്ടിയിലൊക്കെ പോകുമ്പോഴായാലും കുട്ടികൾ, സ്റ്റുഡൻസ്, നല്ല തീരെ ചെറിയ കുട്ടികൾ, കാര്യം ഒരു UP LP സ്കൂളിലൊക്കെ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണഗതി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിക്കുമ്പോ പറയും ടീച്ചർ പറഞ്ഞു ഇങ്ങനെ. അതുപോലെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. തെറ്റ് കണ്ടാൽ എനിക്ക് പ്രായമോ അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. തെറ്റ് കണ്ടാൽ ഞാൻ ചോദിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ഇതിവിടെ മാത്രമല്ല, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ 2 വീലർ ഈ ഫുട്പാത്തിലൂടെ കയറി പോകുന്നത് എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ വല്ലാത്ത ഇറിറ്റേഷൻ തോന്നി. ഇവരെന്ത് അത്യാവശ്യപ്പെട്ട് പോകാൻ നിൽക്കുന്നത്? നമ്മളെല്ലാവരും ഇതിനെതിരെ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ടാവും. കാരണം ഞാനൊരു കാര്യം പറഞ്ഞ, ഈശോയുടെ ഒരു യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരോടും ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പാലിച്ച് ഇങ്ങനെ വരുമായിരുന്നു. ഒരു സ്ഥലത്ത് എത്തിപ്പോയിക്ക് ഇതുപോലെ ഞാൻ ഇറങ്ങി നടന്ന് ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു കയറി ഇങ്ങനെ വരുന്നു. അറിയാതെ നമ്മൾ പ്രതികരിച്ചു. അപ്പൊ അതായത് ആരോടും ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞ ആ കണ്ടീഷൻ നമ്മൾ തെറ്റിച്ചു ദേഷ്യപ്പെട്ടു. കാരണം അതിന്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട് ചേച്ചി. ഞാനോ ചേച്ചിയോ പ്രതികരിക്കുന്നത് വലിയ വ്യത്യാസമാണ്. കാര്യം നമ്മളൊക്കെ കുറച്ചുകൂടി യൂത്ത് അങ്ങനെ ആ ഒരു ലെവലിലേക്കുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ചുകൂടി ഇപ്പോഴും സംസാരിക്കുന്ന ആളുകളാണ്. ചേച്ചിയൊക്കെ ആണെങ്കിലും പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ്. ഈ ഒരു പ്രായത്തിലുള്ള സ്ത്രീകളൊക്കെ പ്രതികരിക്കുന്ന തരത്തിലാണ്. പക്ഷെ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഈ കുട്ടികളാണെങ്കിൽ നമ്മൾ അമ്പോ ഇവൻ കൊള്ളാലോ അല്ലെങ്കിൽ ഇവള് കൊള്ളാലോ. അതുപോലെ വയസ്സായ ആളാകുമ്പോഴും നമുക്കൊരു ചിരി തോന്നും. പക്ഷെ ആ അമ്മ തന്നെ പറയുന്നുണ്ട് ചെറുപ്പത്തില് ഗൈഡ്സിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പൊ ആ ഒരു വിപ്ലവ വീര്യം അവരുടെ ഉള്ളിലുണ്ട്. ഈ വിപ്ലവ വീര്യം എന്ന് പറഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് എന്നല്ല അർത്ഥം. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ താഴെയുള്ള കമന്റുകൾ എല്ലാവരും അഭയ് ഷൺമുഖി എന്ന് വിളിക്കുന്നു, എല്ലാവരും അങ്ങ് പോയിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ. ഒരു ചിരിയൊക്കെ വന്നു എനിക്ക്. കാര്യം ഇതുപോലെ 10 പേര് പ്രതികരിച്ചിരുന്നെങ്കിൽ, 10 അമ്മമാര് പ്രതികരിച്ചെങ്കിൽ ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല, ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. നമുക്ക് റോഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ആളുകളുടെ ഇഷ്ടമാണ്. നടന്നു പോകുന്നവർ പോണോ വേണ്ടേന്ന് പോലും അവര് തീരുമാനിക്കും എന്ന രീതിയിൽ പോകുമ്പോൾ ഇതുപോലെ ഓരോരുത്തർ പ്രതികരിക്കുമ്പോഴാണ് മാറ്റം വരുന്നത്. ഇനി വെറുതെ എങ്കിലും ചേച്ചി ഉൾപ്പെടെ വണ്ടിയിൽ പോകുമ്പോൾ അമ്മൂമ്മമാർ ശ്രദ്ധിക്കില്ലേ നമ്മളെ പ്രതികരിക്കുമോ എന്ന്. ഞാൻ എന്തായാലും ഫുട്പാത്തിലൂടെ എന്റെ 2 വീലർ ഓടിക്കാറില്ല. അല്ല, 2 വീലറിൽ പോകുന്നവരൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കും. അയ്യോ ഇനി ഈ അമ്മച്ചി പ്രതികരിക്കുമോ എന്നുള്ള രീതിയിൽ. അത് ഇത് കണ്ടിട്ട് തന്നെ എല്ലാവരും അതുപോലെ പ്രതികരിക്കണം. പിന്നെ ഈ കാര്യത്തില് അയാൾ മാക്സിമം ശ്രമിച്ചു അതുവഴി തന്നെ പോകാൻ വേണ്ടിയിട്ട്. കഴിവിന്റെ പരമാവധി അവിടെ നിന്ന് ഈ സൈഡ് ആ അമ്മയ്ക്ക് വഴി കൊടുക്കുകയാണ് അയാൾ ചരിഞ്ഞിട്ട്. ഇല്ല, നീ തിരികെ പോകണം. അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, തിരികെ പോയിച്ചു. അവർ നിന്നിട്ട് അവർ കാലുകൊണ്ടൊക്കെ തടുക്കുന്ന കണ്ടില്ലേ. ഇത് കണ്ടിട്ട് എല്ലാവരും ഇതൊരു പാഠമാക്കണം. അതായത് നിയമം തെറ്റിച്ച് പോകുന്നത്. ഇവിടെ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഫേസ്ബുക്കും ഇതെല്ലാം ഉപയോഗിക്കുന്നു, ചാറ്റ് GPT കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ മോഡേണ എന്ന് പറഞ്ഞ് വലിയ ആഡംബരത്തിൽ പോകും. പക്ഷേ നിയമങ്ങൾ അറിയുന്നവർ, റോഡ് നിയമങ്ങൾ എത്ര പേർക്ക് ഈ പോകുന്നവർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം. ആർക്കും ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണയും ഇല്ല. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ റോഡ് നിയമങ്ങൾ അറിയാമെന്ന് തന്നെ ഇരിക്കട്ടെ, അത് പാലിക്കാനുള്ള ഒരു ബോധം കൂടി നമുക്ക് വേണ്ടേ? ഈ മിക്ക ആളുകൾക്കും അല്ലെങ്കിൽ പൊതുനിരത്തിൽ ഇറങ്ങുന്ന ഒരു വാഹനവുമായി ഇറങ്ങുന്ന ഒരു 50%, 100-ൽ 50% പേർക്കും റോഡിലെ നിയമങ്ങൾ അറിയാം. പക്ഷെ അതൊരു പാലിക്കാനുള്ള മടിയാണ്. അതല്ലേ സത്യം? അവിടെയല്ലേ എനിക്ക് ആദ്യം എത്തണം, എനിക്ക് എന്റെ കാര്യം നേടണം എന്നുള്ള ചിന്തകളല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ആർക്കും ഒരു ചിന്ത. നോ പാർക്കിംഗ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂട്ടിൽ തന്നെ കൊണ്ടുപോയി വണ്ടി വെക്കുക എന്നുള്ളതാണ് കണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ചവർ ഇടരുത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂട്ടിൽ തന്നെ ഒരുപാട് ചവറുകൾ കൊണ്ടുവരും. പിന്നെ ഈ പല അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ശബരിമല സീസൺ ആകുമ്പോൾ ഇവിടെ മാല ഊരി അവിടെ ഇങ്ങനെ കൂട്ടമായി മാലകൾ ഊരിയിട്ടേ. ചന്ദനം ഇവിടെ തുടരുത്, അവിടെ തന്നെ ചന്ദനം തേച്ച്. അത് നമ്മുടെ ഒരു അല്ല, അങ്ങനെയല്ല, ചന്ദനം ഇവിടെ തേക്കരുത് എന്ന് എഴുതി വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മുടെ വീട്ടിലെ ചുവര് നമ്മൾ ചീത്തയാക്കോ? ഇല്ല. അപ്പൊ ഒരു അമ്പലത്തിൽ പോയിട്ട് ചന്ദനം തേച്ചിട്ട് അവിടത്തെ ചുമരിൽ തേച്ച് വെക്കേണ്ട ആവശ്യം. അതിന്റെ അകത്തൊരു തെറ്റുണ്ട് ചേച്ചി പറഞ്ഞില്ല. നമ്മുടെ വീടിന്റെ ചുമര് മോശമാക്കുമോന്ന്. പക്ഷെ നമ്മുടെ വീടാണ്, പൊതുസ്ഥലം നമുക്കുള്ളതാണ്, അമ്പലം നമുക്കുള്ളതാണ്. നമ്മൾ എത്ര പേര് ചിന്തിക്കും? അല്ല, ഈ വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സാമൂഹ്യ ശുചിത്വവും. അപ്പോൾ ഇത് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹം നന്നാവുകയുള്ളൂ. വ്യക്തി ശുചിത്വം എല്ലാവരും സ്വന്തമായിട്ട്. പിന്നെ ഈ റോഡിൽ ഇറങ്ങി തുപ്പുന്ന ഒരു സ്വഭാവമുണ്ട് ആൾക്കാർക്ക്. ഏത് റോഡിലായാലും ഈ സ്കൂട്ടറിൽ പോകുന്നവര്, പുറകിൽ നിന്ന് വേറെ യാത്രക്കാർ വരുന്നുണ്ടെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെയാണ് ഈ ഓട്ടോറിക്ഷക്കാര്, ബസ്സിലിരുന്ന് തുപ്പുന്ന ഡ്രൈവർമാര്, ആൾക്കാര്. ഇതുപോലെ ഒരുപാട് അവർ
ആലോചിക്കുന്നില്ല ഇത് വേറെ ആൾക്കാർക്കും കൂടെ ഉള്ള സ്ഥലമാണ്, സേവനങ്ങളാണ് ഇത്. അതിൽ നമ്മളിങ്ങനെ ഈ മോശമായി ചെയ്യുന്നത് മറ്റുള്ളവരെ കൂടെ ബാധിക്കുമെന്നുള്ള ഒരു ചിന്തയില്ലാതെ പോകുന്നതാണ് എന്റെ പ്രശ്നം. അത് നമ്മൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സെൽഫിഷ് ആയതുകൊണ്ടാണ്. എനിക്ക് എന്റെ കാര്യം മാത്രം. ഇപ്പൊ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മള് സീബ്ര ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ വേണമെങ്കിൽ ഒരു മര്യാദയുടെ പുറത്ത് സീബ്ര ക്രോസിൽ എപ്പോ ക്രോസ് ചെയ്യാൻ നിന്നാലും നിർത്തി കൊടുക്കണം എന്നാണ് റൂൾ. പക്ഷെ ഒരു വണ്ടി മിക്കവാറും വണ്ടികൾ നിർത്തില്ല, സ്പീഡ് കൂട്ടും. അതല്ലെങ്കിൽ ഈ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആള് ക്ഷമ കെട്ടിട്ട് കൈ കാണിച്ച് കയറി പോകണം. സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. സീബ്ര ക്രോസിൽ ഒരാള് ക്രോസ് ചെയ്യാൻ നിന്നാൽ നമ്മൾ നിർത്തി കൊടുക്കണം, അതാണ് മാന്യത. വേറൊരു വശവുമുണ്ട്. ഇപ്പൊ സീബ്ര ലൈൻ അല്ലാത്തയിടത്ത് ക്രോസ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുക, ഇപ്പൊ നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുകയാണ്. അതുവരെ വെപ്രാളം പിടിച്ച് നിന്നവർ നമ്മൾ സ്ലോ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ കല്യാണത്തിന് പോകുന്ന ലാഘവത്തോടെ അവർ ഇങ്ങനെ പതിയെ ഇഴഞ്ഞിഴഞ്ഞു ആ രീതിയും എല്ലാവരും ഇങ്ങനെ പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അബദ്ധങ്ങളാണ്. ലിഫ്റ്റിൽ കയറാൻ നിൽക്കുമ്പോൾ നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യില്ലേ, അതിന്റെ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ ആര് നിൽക്കും. അപ്പൊ ഈ അടുത്ത് കയറുന്നവർക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ബോധത്തോടെ ആയിരിക്കില്ല. ആ ഒരു കയറി സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ ഞാൻ എന്റെ സേഫ് നോക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ എന്റെ സേഫ്റ്റി നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂടി പരിഗണിക്കാൻ പഠിക്കണം. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതിപ്പോ സമൂഹത്തിൽ നല്ല വീടുകളിലായാൽ പോലും നമ്മൾ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുക നമ്മൾ പറയില്ലേ, ഇപ്പൊ വീട്ടില് പറയും എന്താണ് എല്ലാ സാധനവും ഷെയർ ചെയ്യാൻ പഠിക്കുക. ഇപ്പം നമുക്ക് മൂത്ത ഒരാളുണ്ടെങ്കിൽ, ഇപ്പൊ ഇളയ കുട്ടിയാണെങ്കിൽ പറയും എല്ലാം നിന്റെ മൂത്ത ആൾക്ക് കൊടുക്കുക. മൂത്ത ആളിനോട് പറയും എല്ലാ സാധനങ്ങളും ഷെയർ ചെയ്യാൻ പഠിക്കുക. അതേ കാര്യം അതെന്തിനാണ് പഠിപ്പിക്കുന്നത്? പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ അത് പഠിക്കുക. അതുപോലെ ഓരോ കാര്യവും വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിൽ പറയും സീബ്ര ക്രോസിൽ ഒരു സത്യം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ ഒരു UP സ്കൂളൊക്കെ ആവുന്ന സമയത്താണ് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് സീബ്ര ക്രോസ്, ഞങ്ങൾ അവിടെ വലിയ റോഡും അങ്ങനെ കുറച്ചൊരു നാട്ടിൻപുറമാണ്, അപ്പൊ ഒരുപാട് വണ്ടികളൊന്നുമില്ല. പക്ഷെ ഞങ്ങളവിടെ സ്കൂളിന്റെ അടുത്ത് മാത്രമാണ് സത്യത്തിൽ സീബ്ര ക്രോസ് ഉള്ളത്. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും അച്ഛനോടൊക്കെ ചോദിക്കുമായിരുന്നു, അച്ഛാ സീബ്ര ക്രോസ് ഉള്ളിടത്തല്ലേ ക്രോസ് ചെയ്യാൻ പറ്റും, അപ്പൊ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഞാൻ എങ്ങനെ ക്രോസ് ചെയ്യും, അങ്ങനെ ചോദിക്കുന്നത്. കാര്യം ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും അത്തരം കാര്യങ്ങൾ. പക്ഷെ ഇപ്പോ വലുതാവും തോറും ഞാൻ പോലും അങ്ങനെ അധികം ശ്രദ്ധിക്കാമല്ലോ. സീബ്ര ക്രോസിൽ നിന്ന് തന്നെ ക്രോസ് ചെയ്യണമെന്ന് എന്താ നിർബന്ധം എന്നുള്ള രീതിയിൽ. അപ്പൊ ചില ആളുകൾ എന്നോട് പറയും, നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ മോളെ അപ്പുറത്ത് സീബ്ര ലൈൻ ഉണ്ട് കേട്ടോ, അവിടെ പോയി ക്രോസ് ചെയ്യാം. അപ്പൊ ആ ബോധമുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതും ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു, ഈ അടുത്ത് തന്നെ 2 ദിവസം വളരെ പെട്ടെന്ന് ഞാൻ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി സീബ്ര ലൈൻ അങ്ങ് പോകണ കുറച്ച് നടക്കണം. അപ്പൊ ഞാൻ കരുതി ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാം. അപ്പൊ നല്ല പ്രായമുള്ള ഒരു 10-75 വയസ്സായ ആൾ വന്നിട്ടുണ്ട്, മോൾ എന്റെ കൂടെ ഒന്ന് വന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചെന്താന്നറിയോ, എന്തോ സഹായം ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ കരുതി ഓക്കെ പോകാം. ഞാൻ കൂടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ക്രോസ് ചെയ്യണം കേട്ടോ, ഇതാണ് സീബ്ര ലൈൻ. ഞാനാണെങ്കിൽ സത്യത്തിൽ ഒരുമാതിരി ശരി. പിന്നെ ആ വ്യക്തി വീട്ടിൽ പോയിട്ട് ഇപ്പോഴത്തെ പിള്ളേര് അങ്ങ് എവിടെ വേണേ എന്ത് നോക്കിയിട്ട് പോകുന്നത് അവർക്ക് അറിയില്ല, അങ്ങനെ ഞാൻ വിളിച്ചോളൂ എന്നല്ലേ പറയുള്ളൂ. അങ്ങനെ പറയൂ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഒരാള് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം, പക്ഷെ അതിന് പിന്നാലെ എവിടെ ഞാൻ ആ സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും ബാ സീബ്ര ലൈൻ പോയി. അങ്ങനെ അപ്പൊ നമ്മളും മാറണം. മറ്റുള്ളവർ ഇതുപോലെ ഒരു 10 പേര് പ്രതികരിച്ചാൽ വലിയ, എന്ന് വെച്ചാൽ എല്ലാവരും നന്നാവും എന്നല്ല, കുറെയൊക്കെ മാറ്റം വരും.